Today we are discussing about the list. ലിസ്റ്റ് എന്ന് പറയുന്നത് അറേ പോലുള്ള ഒരു ഡാറ്റാ സ്ട്രക്ചറാണ് പൈത്തണിലുള്ളത്. ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സിംഗിൾ വേരിയബിളിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ഒരേ ടൈപ്പുള്ള ഐറ്റം ആവാം, ഉദാഹരണമായിട്ട് നമ്പേഴ്സ് മാത്രമാകാം, അല്ലെങ്കിൽ നമ്പേഴ്സും സ്ട്രിങ്ങിൻ്റെയും കോമ്പിനേഷൻസും ആകാം. അപ്പം മൾട്ടിപ്പിൾ ഐറ്റംസ് ഒരു സിംഗിൾ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. പൈത്തണിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ട് ഐറ്റങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ കോമ ഇടും. നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കണ്ട. സ്ട്രിങ്ങുകൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു ജസ്റ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് മാത്രം ഇട്ടുവാണെങ്കിൽ എക്സ് ഒരു എം ടി സ്ട്രിങ് ആണ്, എം ടി ലിസ്റ്റ് ആണ്. ഇപ്പം അതിനകത്ത് ഐറ്റം ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഞാൻ ലിസ്റ്റ് 1 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ട്, 2 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, ചെറിയുണ്ട്. ഓക്കെ, ഇവിടെ മൾട്ടിപ്പിൾ ഐറ്റംസ് ലിസ്റ്റ് 1 സ്റ്റോർ ചെയ്തു. ഈ പ്രിന്റ് ലിസ്റ്റ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലിസ്റ്റ് 1 പ്രിന്റ് ആയി കാണിക്കാം. ഇനി ലിസ്റ്റിന്റെ ഐറ്റംസ് ഓർഡേർഡ് ആയിരിക്കും. നമുക്ക് ഓരോ ഐറ്റംസ് മാറ്റാം, ചേഞ്ചബിൾ ആണ്. ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ വന്നാലും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് ലിസ്റ്റ് 1 ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം ഓർഡറിങ് ഉണ്ട്. ലിസ്റ്റ് 1 ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ കിട്ടും. ലിസ്റ്റ് 1 ഓഫ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും. ലിസ്റ്റ് 1 ഓഫ് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറി കിട്ടും. ഓക്കെ, അപ്പം ഈ ഐറ്റംസിന് ഇൻഡെക്സിങ് ഉണ്ട്. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. ഇനി നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ് ഉണ്ട്. ഇപ്പം ലാസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ് -1, സെക്കൻഡ് ലാസ്റ്റ് എലമെന്റ് -2, ഇത് -3. അപ്പോൾ എനിക്ക് ലാസ്റ്റ് എലമെന്റ് എടുക്കണമെങ്കിൽ ലിസ്റ്റ് 1 ഓഫ് -1 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ചെറി കിട്ടും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ലിസ്റ്റിന്റെ ലെങ്ത് എടുക്കണമെങ്കിൽ len ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ len ഓഫ് ലിസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ്. നമ്മുടെ ലിസ്റ്റ് 1 3 ഐറ്റംസ് ആണ്. അപ്പം ഞാൻ പ്രിന്റ് len ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ദാറ്റ് ഈസ് 3 എന്നുള്ള ആൻസർ കിട്ടും. ഇനി എനിക്ക് റേഞ്ച് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് എനിക്കൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാം. ഞാൻ റേഞ്ച് ഓഫ് 10 എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കുമല്ലോ റേഞ്ച് വരുന്നത്. എന്നിട്ട് ലിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ലിസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പ്രിന്റ് ഡിജിറ്റ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇവിടെ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ കോളൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സ്ലൈസിങ് ഓപ്പറേറ്റർ ആണ്. ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ലിസ്റ്റിന്റെ പേര് ദിസ് ലിസ്റ്റ് എന്നാണ്. അതിനകത്ത് ദിസ് ലിസ്റ്റ് ഓഫ് 2:5 എന്ന് പറഞ്ഞാൽ 2ാമത്തെ ഇൻഡെക്സ് മുതൽ 5 വരത്തില്ല, 4ാമത്തെ വരെ. അപ്പോൾ ഇത് 0th ഇൻഡെക്സ്, 1th ഇൻഡെക്സ്, 2th ഇൻഡെക്സ്, 2, 3, 4 വരെ. ദാറ്റ് ഈസ് ചെറി, ഓറഞ്ച്, കിവി എന്ന് പറയുന്ന ഒരു ആൻസർ ആയിരിക്കും എനിക്കിവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു എക്സാമ്പിൾ പറയുകയാണ്. ആ എക്സാമ്പിൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ദിസ് ലിസ്റ്റ് :4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ 3 വരെ ഉള്ളത്. അപ്പോൾ 0, 1, 2, 3. ഓക്കെ, ദാറ്റ് ഈസ് ആപ്പിൾ, ബനാന, ചെറി, ഓറഞ്ച്. ഇത്രയും കാര്യങ്ങളായിരിക്കും എനിക്ക് പ്രിന്റ് ചെയ്യുന്നത്. 0 മുതൽ 3 വരെയുള്ള 4 ഐറ്റംസ് ആയിരിക്കും എനിക്ക് പ്രിന്റ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ബിഗിനിങ് മുതൽ എടുക്കും. എൻഡിങ് ഇൻഡെക്സ് -1 വരെയുള്ള ഐറ്റംസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ 2 ലിസ്റ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ പ്ലസ് ഓപ്പറേറ്റർ പറ്റും. അതേപോലെ അപ്പം പ്രിന്റ് ലിസ്റ്റ് 1 പ്ലസ് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ 3, 4, 5, 7, 8 എന്നായിരിക്കും. ലിസ്റ്റ് 1 സ്റ്റാർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് 1 2 പ്രാവശ്യം, ദാറ്റ് ഈസ് 3, 4, 5, 3, 4, 5 2 പ്രാവശ്യം വരും. പിന്നെ നമുക്ക് അടുത്ത ഓപ്പറേറ്റർ കോളൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ സ്ലൈസിങ് ഓപ്പറേറ്റർ. ലിസ്റ്റ് 1:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ എലമെന്റും 3 വരത്തില്ല, ഫസ്റ്റും 2, ദാറ്റ് ഈസ് 3ഉം 4ഉം ആയിരിക്കും എനിക്കിവിടെ പ്രിന്റ് ആവുന്നത്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് അത്യാവശ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ലിസ്റ്റിൽ നമുക്ക് കുറച്ച് ലിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് മെത്തേഡുകൾ അവൈലബിൾ ആണ്. 1ാമത്തെ മെത്തേഡ് അപ്പൻഡ് മെത്തേഡ്. നമുക്കൊരു പുതുതായിട്ട് ലിസ്റ്റിൻ്റെ എൻഡിലോട്ട് പുതിയ ഐറ്റം ആഡ് ചെയ്യാൻ അപ്പൻഡ് മെത്തേഡാണ്. സപ്പോസ് വി ഹാവ് എ ലിസ്റ്റ്, ദിസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനകത്തോട്ട് ദിസ് ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഓറഞ്ച് എന്ന് പറയുമ്പം ഈ ആപ്പിൾ, ബനാന, ചെറി കഴിഞ്ഞിട്ട് എന്തും കൂടി ആഡ് ചെയ്യും, ഓറഞ്ച് കൂടി അവസാനമായിട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ദിസ് ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഓറഞ്ച്. ഒരു നമ്പർ ആണെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കണ്ട, നേരെ ആ നമ്പർ അങ്ങ് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് ആപ്പിൾ, ബനാന, ചെറി, ഓറഞ്ച് എന്നുള്ള ഒരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഒരു ഐറ്റം ഇൻസേർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഇൻസേർട്ട് മെത്തേഡ്. അപ്പോൾ ഈ ഇൻസേർട്ടിന് 2 ആർഗ്യുമെന്റ്സ് ആണുള്ളത്. എത്രാമത്തെ പൊസിഷനിൽ, 1ാമത്തെ ഇൻഡെക്സിൽ ഓറഞ്ച് ഇൻസേർട്ട് ചെയ്യും, 0th ഇൻഡെക്സിൽ ആപ്പിൾ ഉണ്ട്, 1ാമത്തെ ഇൻഡെക്സിലായിട്ട് എന്ത് വരും, ഓറഞ്ച് വരും.
ഇനി രണ്ടാമതായിട്ട് ബനാന മാറും, മൂന്നാമതായിട്ട് ചെറിയും മാറും. ഓക്കെ, അപ്പം ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ എത്രാമത്തെ ഇൻഡെക്സിൽ ഏത് ഐറ്റം വേണം, ഇൻഡെക്സ്, പൊസിഷൻ, ദെൻ ഐറ്റം. ഇതാണ് ഇൻസേർട്ട്. ഇനി ബാക്കി ലിസ്റ്റിൻ്റെ പ്രോഗ്രാംസ് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്